നമുക്ക് വിടുതൽ, നമ്മൾ വിടുതൽ എന്ന് പറയുന്ന വചനത്താൽ കർത്താവ് അല്ലേ, വചനം ഇടിവിക്കുമെന്നാണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ആര് വരണം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്നാൽ ഇതിന്റെ അകത്തെ ബന്ധനങ്ങൾ മുഴുവൻ അടിമ. അപ്പൊ ഞാൻ വലിയ വെളിപ്പാടുള്ള വലിയ ആളൊന്നും അല്ല. കർത്താവിന്റെ കാര്യങ്ങൾ കൃത്യമായി എനിക്ക് ഈ മുഖം ഒരു കോടിപ്പോയി എന്നും ഞാൻ കർത്താവിനോട് ആലോചന വെച്ചപ്പോ കർത്താവിനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 40-ാം ദിവസം കർത്താവ് എന്ത് ചെയ്തു? ഇത് പിന്നെ എനിക്ക് പയസിന്റെ പ്രശ്നം വന്നു, അത് പുറത്ത് വന്ന അവസ്ഥ വന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്തോ ചെയ്തു? കർത്താവ് സൗഖ്യം. പിന്നെ അടുത്ത ഒരു വിഷയം എനിക്ക് വന്ന എന്ന് പറഞ്ഞാൽ ഹെർണിയയുടെ പ്രശ്നം വന്നു. അവിടെ ഞാൻ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാ കർത്താവ് വിടുതൽ വരുന്നത്? ദൈവവചനം അനുസരിക്കുന്നതിന് ദൈവം എന്തോ ചെയ്യും? നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ദൈവ ആലോചന നമുക്ക് ലഭിക്കണമെങ്കിൽ ചില ദൈവദാസന്മാർ അല്ലേ, അത് ആവശ്യമാണ്. ദൈവ ആലോചനയും വേണം. എന്നാൽ നമുക്ക് ദൈവാലോചന തരും. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക, വചനം വായിക്കുക, നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുള്ള ജീവിതം നയിക്കുമ്പോൾ എന്തോ ചെയ്യും? ദൈവം നമ്മോട് സംസാരിക്കാൻ. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവം തന്നെ ചവിട്ടിക്കളയുകയും തന്നെ ശുദ്ധീകരിച്ച രക്തത്തെ മന്നമെണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കടുപ്പമേറിയ ശിക്ഷാവധി വരും. നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ ജീവിതത്തിലുള്ള സംസാരങ്ങളിൽ, പ്രവൃത്തികൾ, ദൈവത്തെ നിന്ദിക്കുന്ന പ്രവൃത്തികളോ ഒക്കെ ഉണ്ടോ? നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ദൈവത്തിന് പ്രസാദകരമാണോ? ഇവിടെ പറഞ്ഞ പ്രസാദിച്ചില്ല എന്നാ പറഞ്ഞത്. എന്താ പ്രസാദിക്കാതെ പോയതിന്റെ കാരണം? നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വെച്ച്, അവന്റെ സ്വസ്ഥതയെ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സ്വവർദ്ധാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയെ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയെ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തെ സത്യം ചെയ്തു. കണ്ടോ അവിടെ എന്താ പറയുന്നേ? ഈ മരുഭൂമിയിലെ ജനത്തെ കുറിച്ചാ പറയുന്നത്. അവിടെ പറയുക, അവന്റെ സ്വസ്ഥതയെ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആരെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമുക്കൊരു വാഗ്ദത്തം ഉണ്ട് പുതിയ നിയമപ്രകാരം. എന്താ വാഗ്ദത്തം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് അവിടെ നമുക്കൊരു വാഗ്ദത്തം തന്നെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കണ്ടോ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. എന്തുകൊണ്ട്? അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ എന്തോ കലങ്ങിപ്പോയതെന്നാ പറഞ്ഞു. പ്രശ്നങ്ങളുണ്ട്, അത് കണ്ട ഉടനെ ഓടി അടുത്ത ഒരു പ്രവാചകനെ തപ്പിപ്പിടിക്കാനല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലവരും വിഷയങ്ങൾ വന്നു. എനിക്കെതിരെ ആവിചാരം ചെയ്തിട്ട് എനിക്ക് 2 വർഷം മുമ്പ് വന്ന ഒരു വിഷയ, ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു പ്രേരണ. ചുമ്മാ ഒരു കാര്യമില്ല. എനിക്ക് മനസ്സിലായി ഇത് നമുക്കുള്ള എതിരെ വയ്ക്കുന്ന ശത്രുവിന്റെ പദ്ധതിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അത് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ 21 ദിവസം ഞാൻ ഉപവസിച്ചു. പകല് പോയി ഉപവസിച്ചു, വൈകിട്ട് ഭക്ഷണം കഴിച്ചു. 21 ദിവസം ഞാൻ ഉപവസിച്ചപ്പോഴത്തേക്കും 6-7 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഞാനത് ഉപവസിക്കേണ്ട വേറെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് 21 ദിവസം. നമ്മള് 3 ദിവസമൊക്കെ നല്ലോണം ഉപവസിച്ച ദൈവം എന്തോ ചെയ്യും? അതിന് നമ്മുടെ ദൈവത്തെ കഴിയാത്ത എന്തെങ്കിലും കാര്യം സാറായോട് ചോദിച്ചതാ. സാറായോട് പറഞ്ഞതാ, ദൈവത്തെ കഴിയാത്ത നല്ല കാര്യം ഉണ്ടോ? വചനം വിശ്വാസമായി പരിണമിക്കാതെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പിതാവ് പുത്രന്റെ പരിശുദ്ധാത്മാവ് വരുന്നത്?
വരുവാ. അതുകൊണ്ട് നമ്മുടെ വിടുതൽ വരാത്തെ. ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? വചനം തന്നെയാണ്, ഇല്ലേ? അത് അങ്ങോട്ട് ഏറ്റെടുക്കാൻ പലപ്പോഴും എന്നുവെച്ചാ അത് ഏറ്റെടുക്കണമെങ്കിൽ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവിന്റെ വചനത്തിൽ ശുദ്ധിയുള്ളവർക്കാ കർത്തൃമേശ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ വചനം വെളിപ്പെട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മള് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണണമെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ വരണമെങ്കിലും, ദൈവം നമുക്ക് വിടുതൽ തരണമെങ്കിലും എന്തോ വേണം? ശുദ്ധീകരണം. നമുക്കൊരു നിത്യത എന്ന ഒരു വാക്യത്വം തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്ന എപ്പോഴാ? വചനത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാ. വചനത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മൾ ആത്മീയ വിടുതൽ മാറി, ഭൗതിക വിടുതൽ മാറി, സകല ബന്ധനങ്ങളും നമ്മുടെ മേലെ കിടക്കുക. നമുക്കറിയില്ല, ആവർത്തന പുസ്തകം 28 പറഞ്ഞു, നിങ്ങൾ വചനം അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകും, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ശാപവും. നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ കിട്ടാത്ത പോകുന്നതിന്റെ കാരണം എന്താ? അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നിൽ ആര് വസിക്കണം? യേശു ക്രിസ്തു വസിക്കണം. പിന്നെന്താ പറയുന്നത്? എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. നമ്മൾ വീട്ടിൽ ഇരുന്നാണേലും നമ്മള് മറ്റുള്ളവർക്ക് സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള പരദൂഷണവും മറ്റു കാര്യം ഒരാളെ കുറിച്ച് ഇതൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ ഇതെല്ലാം ക്രമപ്പെടുത്തൽ ദൈവത്തിൽ എന്ന നിലയിൽ നമ്മൾ ക്രമപ്പെടുത്തലിന്റെ ആവശ്യം ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. അതെല്ലാം പാപമായിട്ടാ വരുന്നത്, അല്ലേ? നമുക്ക് അറിയാമല്ലോ, കർത്താവ് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? നോക്കുന്നത് തന്നെ എന്തുവാ? മരണത്തിന് കാരണമാകുന്ന, അല്ലേ? സ്ത്രീയെ. അങ്ങനെ നമ്മൾ പറയുന്ന ചെറിയ വിഷയം. അപ്പൊ കർത്താവ് എന്തിനാ അങ്ങനെ പറയാൻ കാരണം? പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നിരിക്കുന്ന പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ആ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും വന്നാലും അവിടെ തന്നെ നമ്മൾ തീർത്ത് ദൈവമായിട്ട് എന്തോ വഹിക്കുന്നു? ഒരു നിരപ്പ് പ്രാപിച്ചു പോകുക. ഇതില്ലാതെ വരുമ്പോ നമുക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പാപം ചെയ്ത ഒരു അറപ്പും ഇല്ലാതെ വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മൾ ചെയ്യുന്ന എന്തല്ലോ. ഇവിടെ പറഞ്ഞു 32-ാം അധ്യായത്തിന്റെ സങ്കീർത്തനം 32 പറയുന്ന ലംഘനം ക്ഷമിച്ച് പാപം കിട്ടിയവർ. അപ്പൊ ലംഘനമാണ് എന്തോ ആകുന്നത്? പാപമായിട്ട് നമ്മൾ ആദ്യം പിശാച് നമ്മളെ ഓരോരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഈ ലോകത്തിലേക്ക് നമ്മൾ കർത്താവിന്റെ ദൈവരാജ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2 രാജ്യം, പിശാചിന്റെ രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. ഇത് ദൈവരാജ്യത്തിൽ നിൽക്കുന്നവൻ ദൈവികമായിട്ടുള്ളത് ആണോ ഞാൻ പോകുന്നതെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ നമ്മുടെ ദൈവത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമമാണ് നമ്മുടെ ഈ പുസ്തക പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്തോ വയ്ക്കുന്നു എന്നെ ആർക്കും തൊടാൻ പറ്റും. നമ്മൾ ഇവിടെ അവിടെ അപ്പുറത്ത് നിന്നാ എന്തോ ചെയ്യും? ഇനി ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് ഒരാളെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പിടിച്ചോണ്ട് വരാൻ കർത്താവിന് പറ്റുമോ? പിശാചിന്റെ 2 വള്ളമുണ്ട്. ഒരു വള്ളത്തിൽ പിശാചിന്റെ, മറ്റേ വള്ളം നമ്മുടെ കർത്താവിന്റെ. അപ്പുറത്തിരിക്കുന്ന 10 പേരുണ്ട്. അവരെ പിടിച്ചോണ്ട് വരാൻ കർത്താവിന് പറ്റുമോ? നീ വാടാ, അവനെ വിടുക, ഇങ്ങോട്ട് പോരട്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാരണം? ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവത്തിന് ആ നീതി പ്രവർത്തിക്കണം. ഒരുത്തനെ അപ്പുറത്തുനിന്ന് പിടിച്ചോണ്ട് വരുന്ന പരിപാടിയില്ല. പിന്നെ അവനോട് എന്തായിരിക്കും? വചനം പറഞ്ഞിട്ട് അവന് മാനസാന്തരം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവം അയാളെ ഒരു മാനസാന്തരം വന്നാൽ മാത്രമേ ദൈവം യേശുക്രിസ്തു അവനെ സ്വീകരിക്കത്തുള്ളൂ, ഇല്ലേ? നമ്മുടെ ജീവിതത്തിന് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് തൊടാൻ നമ്മളെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും അത് അറിയാതെ നമ്മൾ മറ്റേ വെള്ളത്തിലേക്ക് കയറി ഇരുന്നോണ്ട് പറയും, ഞാൻ അവിടെ ഇരിക്കുന്നു, ഇപ്പുറത്ത് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ വെള്ളത്തിലായിരിക്കുന്നു പറയും, ഇല്ലേ? ദൈവസന്നിധിയായിരിക്കുന്നു.
ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇരിക്കേണ്ടത്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തോട് ചേർന്നിരിക്കണം.